മീഡിയാസിനെ തള്ളി പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മീഡിയ പേഴ്സണെ കൊണ്ട് വിളക്ക് കത്തിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല, മീഡിയാസിനെ നമുക്ക് തള്ളി പറയാൻ വരുന്നത് ഈ ഞാൻ ഈ ബിഗ് ബോസുകളും അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ ഡയലോഗ് നമ്മൾ എതിർക്കുന്നത് പ്രവൃത്തികളെയാണ്. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും മീഡിയാസിൻ്റെ ഭാഗങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യും. ഒരുപക്ഷെ എന്നോളം ശക്തമായ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആൾ കാണത്തില്ല. ഞാൻ മുഖ്യധാരം, ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളെക്കാളും ഞാൻ മുഖ്യധാര മാധ്യമങ്ങളെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്തോ ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കാനും ഇല്ല, അത്രയും പവർഫുള്ളാണ് ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത്. നിങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു ഇഷ്യൂ നമ്മൾ 3 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു. അത് എനിക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച ഒരു വിഷയം ശരിയാണെന്ന് തോന്നിയതെന്നാണ്. നമ്മുടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് പറഞ്ഞു അവർ പറയുന്ന മാറ്റം ശരിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. മാധ്യമങ്ങളെ തള്ളി പറയേണ്ടി വരുന്നത് മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോഴാണ്. ഇപ്പം ഞാനത് ഉദാഹരണം പറയാം. ഞാൻ 24 ജനകീയ കോടതി എന്നുള്ള പരിപാടിയിൽ പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും കിട്ടും. കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള, ഭരണത്തോട് വിരോധമുള്ള, സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ്. അപ്പം അവിടെ നമ്മൾ ആ 24 പരിപാടി കഴിയുമ്പോൾ കണ്ടത് ഹാഷ്മിക്ക് ഭയങ്കരമായ ഹേറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും വന്നു. അത് എന്നോടുള്ള വ്യക്തിസ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല. അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞാൻ സ്വീകരിച്ചിരുന്നത് ജനങ്ങളുടെ പക്ഷത്തു നിന്ന്. അപ്പം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തു നിന്ന് മാറി. അതിലാണ് നമ്മൾ എതിർക്കുന്നത്, അതിലാണ് മീഡിയസിനെ എതിർക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ്. അതിനെ സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. പല സിനിമാ താരങ്ങളും അവരുടെ തുടക്കകാലത്ത് മീഡിയസിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ലെവലിലെത്തി കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറയുന്ന രീതി ഇപ്പോൾ പ്രവണത ഇപ്പം കാണുന്നുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഇടിച്ചു കയറ്റക്കൊണ്ട് നമ്മളിപ്പം ഔചിത്യബോധം എന്നൊരു സംഭവം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കുക. ഇപ്പോൾ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ. ഇപ്പം നീ ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഒരു സിനിമ, ഉദാഹരണത്തിന് വനിതാ വീട്ടിൽ ഞാൻ സിനിമ വീഴാം. ഒരാളെ വിളിച്ച് തന്നെ പുറത്ത് കാണാൻ പറ്റും. ഞാൻ രാവിലെ എൻ്റെ മൂഡ് ഇത്ര ശരിയല്ല. ചിലപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ആ മൂഡ് വേറൊരു മൂഡിലായിരിക്കും. ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്ന് ക്യാമറയും കൊണ്ട് വേറൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ മോശമായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കംഫർട്ടാണോന്നൊന്ന് ചോദിക്കുക. നമ്മൾ ഇപ്പോൾ ചോദിച്ചത് ചേട്ടാ ചോദിക്കണമെന്ന് ചോദിച്ചിട്ട് എന്നെ മുന്നേ ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല. സൈഡിൽ നിന്ന് ചോദിച്ചാൽ എൻ്റെ സൈഡ് പ്രൊഫൈലല്ലേ. അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ